വികസിത കോഴിക്കോട് കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രകാശ് ബാബുജി ജില്ലാ പ്രസിഡന്റ് നന്നായി അവതരിപ്പിച്ചു. ഞങ്ങൾ എന്താണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്, എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം നന്നായി വ്യക്തമായി അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. തുടക്കത്തിൽ ഞാൻ ഇവിടെ വന്ന BJP NDA സ്ഥാനാർത്ഥികളെ എന്റെ പേരിൽ പാർട്ടിന്റെ പേരിൽ അഭിനന്ദനം പറയുന്നു. അവർക്ക് എല്ലാവിധ ആശംസകൾ അറിയിപ്പിക്കുന്നു. അതിന്റെ ഒപ്പം അവരെ ജയിപ്പിക്കാൻ പാർട്ടിന്റെയും NDAന്റെയും പ്രവർത്തകർ, അവരെ അധ്വാനിക്കുന്ന ഈ പ്രവർത്തകർക്ക് ഞാൻ എന്റെ നമസ്കാരം പറയുന്നു. പ്രകാശ് പറഞ്ഞ ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറയാം. ഇതൊരു നിർണായകമായ ഇലക്ഷനാണ്. അത് BJP NDAക്കല്ല, ഇത് നിർണായകമായ ഇലക്ഷനാണ് കോഴിക്കോടിന്റെ ഭാവിക്ക് വേണ്ടി. ഈ ഇലക്ഷനിൽ കോഴിക്കോട് ജയിക്കണം. കുറച്ചു കാലമായിട്ട് ഇവിടെ ഭരിക്കുന്ന LDF എത്രയോ വാഗ്ദാനം തന്ന് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. പക്ഷേ ഇന്ന് ആരോട് ചോദിച്ചാലും എന്തെങ്കിലും ശരിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടി എന്താണ്? ഒന്നും ശരിയാവുന്നില്ല, ഒന്നും ശരിയായിട്ടില്ല, ഒന്നും ശരിയാവുന്നില്ല. അതിന് തെളിവ് ഞാൻ 2-3 കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു, പറയുന്നു. ഇന്നും 3.5 ലക്ഷം വീട് കുടിവെള്ളമില്ലാത്ത വീടുകളുണ്ട് ഈ ജില്ലയിൽ. റോഡിന്റെ സ്ഥിതി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ LDF, അതും ശരിയായിട്ടില്ല. നമ്മൾ 2025 ജീവിക്കുന്നത്. ഇത് പണ്ട് കാലമൊന്നല്ല. ഇന്നും കോഴിക്കോട് പോലെ ഒരു നഗരത്തിൽ തെരുവ് നായന്റെ ശല്യം ഒരു കൊല്ലത്തിൽ മാത്രം 56,000 തെരുവുനായ കേസസാണ്, ഇരകളാണ്. ശരിയായോ? എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ LDF അല്ല ഭരിക്കുന്നത്. മാലിന്യം എവിടെ നോക്കിയാലും, ഞാൻ ഇപ്പോ 6-7 മാസമായിട്ട് എല്ലാ ജില്ലയിലും പോകുന്നുണ്ട്, എല്ലാ നഗരത്തിൽ സഞ്ചരിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, കാണുന്നുണ്ട്. LDF എവിടെ ഭരിക്കുന്നു, മാലിന്യത്തിന്റെ പേരിൽ അവിടെ നടക്കുന്നത് എന്താണ്? അഴിമതി. പക്ഷെ ആ മാലിന്യത്തിന്റെ പരിഹാരം അവർ ഒന്നും ചെയ്തിട്ടില്ല, അവർ ചെയ്യാൻ താല്പര്യമില്ല. എത്രയോ പ്രോജക്റ്റ് അവർ അനൗൺസ് ചെയ്യുന്നു, എത്രയോ കാശ് ബഡ്ജറ്റിൽ എടുക്കുന്നു. പക്ഷെ മാലിന്യത്തിന്റെ ആവശ്യം കോഴിക്കോടാണോ, കൊല്ലമാണോ, തിരുവനന്തപുരമാണോ, എവിടെ നോക്കിയാലും അത് പരിഹരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ പിന്നെയും വന്ന് ഇവിടെ വോട്ട് ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. 2016 നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നു, ഭയങ്കര ഡയലോഗ് മാസ്റ്റർ ആയിരുന്നല്ലോ. അന്ന് പ്രതിപക്ഷ നേതാവാണ്. അന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, സർക്കാരിൽ ഇരിക്കുമ്പോൾ ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും ഉണ്ടാവണം. ആര് പറഞ്ഞു? ഇന്നത്തെ മുഖ്യമന്ത്രി, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. അതില്ലെങ്കിൽ ശകലങ്ങളിൽ ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. അപ്പോ പ്രതിബദ്ധതയില്ല, ഉത്തരവാദിത്വമില്ല, ഒന്നും നടക്കുന്നില്ല, വാഗ്ദാനം കൊടുത്തത് പാലിക്കുന്നില്ല, പിന്നെ എന്താണ് രാജിവെക്കാത്തത്? അതിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഉളുപ്പില്ല, നാണമില്ല. ഇതാണ് ജനങ്ങളെ വിഡ്ഢിയാക്കി
ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത് ഇനിയും തുടരണം എന്നാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. പക്ഷെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, മതിയായി, ഇടതും മതിയായി, വലതും മതിയായി, ഇനി വരണം BJP NDA തീരുമാനിച്ചു കഴിഞ്ഞു. പ്രകാശ് പറഞ്ഞല്ലോ, BJPന്റെ കാഴ്ചപ്പാട്, BJP NDAന്റെ കാഴ്ചപ്പാട് എന്താണ്, ഞങ്ങളുടെ രാഷ്ട്രീയം എന്താണ്. ഈ പാർട്ടിനെ കുറിച്ച് ഇവിടെ എത്രയോ വിഷം, എത്രയോ പ്രചരണം നടത്തിയതാണ് UDF LDF. BJP NDA വർഗീയവാദി പാർട്ടിയാണ്, ഇതാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 1.5 കൊല്ലം മുമ്പേ ഇവിടെ വന്ന് ഞാൻ ഹമാസിന്റെ എതിരെ പ്രസംഗിച്ചപ്പോ എന്റെ എതിരെ കേസ് ഫയൽ ചെയ്തു CPM. BJPന്റെ രാഷ്ട്രീയം ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ആരുടെ നുണയും ഈ സത്യത്തിനെ മാറ്റാൻ കഴിയില്ല. BJP എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. എല്ലാ മതവും എല്ലാ വിശ്വാസികളെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ, നാടിനെ നന്നാക്കുക, വികസിതം കേരളം സൃഷ്ടിക്കുക, ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. വികസനം എന്താണ് എന്ന് ചോദിക്കും ചിലർ, മാധ്യമ സുഹൃത്ത് ചോദിക്കുന്നു, ഇതൊരു മുദ്രാവാക്യമാണ്, ഒരു സ്ലോഗനാണ്. അങ്ങനെയൊന്നുമല്ല. ഇത് ഞങ്ങളുടെ ഒരു ദൃഢനിശ്ചയമാണ്, ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. വികസിത കേരളം പാർട്ടിന്റെയും NDAന്റെ ഒരു ലക്ഷ്യമാണ്. ഞങ്ങളിത് സൃഷ്ടിക്കും. ജനങ്ങളൊരു അവസരം തന്നാൽ ഇത് ഞങ്ങൾ ഉണ്ടാക്കി തരും. ഈ വികസിത കേരളം എന്നാണെന്ന് ചോദിച്ചാൽ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസിത കേരളം, നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസിത കേരളം, കുട്ടികളുടെ ഒരു നല്ലൊരു ഭാവി സൃഷ്ടിക്കുന്ന ഒരു വികസിത കേരളം, അഴിമതി രഹിത ഭരണം ഉള്ള ഒരു വികസിത കേരളം. ഇതാണ് BJP NDAന്റെ കാഴ്ചപ്പാട്. ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ LDF UDF പറയാം. ഇല്ല, പറയാനില്ല. ഞങ്ങൾ കാണുന്നത് രാഷ്ട്രീയം ഒരു വികസിത മത്സരമാണ്. ഒരു പാർട്ടി, വേറൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് UDF ആണോ LDF ആണോ ഏതാണെങ്കിലും, അവർക്കൊരു നല്ലൊരു ഐഡിയ, കാഴ്ചപ്പാട് BJP NDAനേക്കാൾ കൂടുതൽ നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ജനങ്ങൾ അവരെ ജയിപ്പിക്കണം, അവർക്ക് പിന്തുണ കൊടുക്കണം. ഞങ്ങൾ ആ ചാലഞ്ചിന് റെഡിയാണ്. പക്ഷെ അത് ചെയ്യില്ല. പ്രകാശ് പറഞ്ഞ പോലെ ഞങ്ങൾ വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ അവര് വിവാദം. ഞാൻ ഉദാഹരണമായിട്ട് പറയണേ, ഞാനിങ്ങനെ വികസനത്തെ കുറിച്ച് തിരുവനന്തപുരത്ത് സംസാരിക്കുമ്പോൾ, കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുമ്പോൾ, അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവ്, ഒരു മുൻ മുഖ്യമന്ത്രിന്റെ ഒരു മകൻ, ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, അയാളുടെ ഒരു ഒറ്റ അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിന്റെ മകൻ, അതും അയാളുടെ അക്കംപ്ലിഷ്മെന്റ് ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധി ജൂനിയർ, അയാൾ പറയാണ്, അതെല്ലാം വിട്, രാജീവിന്റെ മലയാളം പൊട്ട മലയാളമാണ്, അയാൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, അയാളുടെ കുർത്ത ഈ സ്റ്റൈലാണ്, അയാൾക്ക് മുണ്ടെടുക്കാൻ അറിയില്ല. ഇതാണോ? ഇതൊരു വിഡ്ഢിത്തരമല്ലേ? നമ്മൾ വികസനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഇതാണ് ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട് ഒന്ന് പറയൂ, ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറയണം. പക്ഷെ LDFനും UDFനും വികസനത്തെ കുറിച്ച് ഒന്നും പറയാനുമില്ല, ഒന്നും ചെയ്യാനുമില്ല. അതിന് തെളിവാണ് കോഴിക്കോട് കോർപ്പറേഷൻ. എത്ര കൊല്ലം ഭരിച്ചു LDF? 45 കൊല്ലം. BJP NDA എന്നാണ് ഇന്ന് പൊതുസമൂഹത്തോട് ഞങ്ങളുടെ അഭ്യർത്ഥന, ഞങ്ങൾക്കൊരു അവസരം തരും. 11 കൊല്ലം നരേന്ദ്രമോദിജി ലോകത്തിന്റെ ഏറ്റവും ഒരു റെസ്പെക്റ്റഡ് ലീഡറായിട്ട് ഉയർന്നു വന്നു. അത് എന്തുകൊണ്ട്? പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഒരു രാഷ്ട്രീയം, പെർഫോമൻസിന്റെ രാഷ്ട്രീയം. എവിടെയായിരുന്നു ഇന്ത്യ 2014? ആ സ്ഥിതിയാണ് കേരളത്തിന്റെ സ്ഥിതി ഇന്ന്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം,
LDF സർക്കാർ. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ LDF സർക്കാർ. ഒരു സീറോ ഇൻവെസ്റ്റ്മെന്റ് LDF സർക്കാർ. കടം വാങ്ങാണ്ട് മുമ്പോട്ട് പോകാൻ സ്ഥിതി സർക്കാർ LDF. ഇതായിരുന്നു ഇന്ത്യന്റെ സ്ഥിതി UPA ഭരിക്കുന്ന സമയത്ത്. 10 കൊല്ലം UPA 2004 മുതൽ 14 ഭരിച്ചപ്പോൾ ഇന്ത്യന്റെ സ്ഥിതി അതായിരുന്നു. ഇന്ന് LDF 10 കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തു, വിശ്വസിച്ചു, വാഗ്ദാനം വിശ്വസിച്ചു, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ LDF ഒന്ന് ചെയ്ത് കാണിച്ചു തരുന്നെന്ന് വിശ്വസിച്ച് ഒരു അവസരം കൊടുത്തു, 2 അവസരം കൊടുത്തു. എന്നിട്ട് ഇതാണ് സ്ഥിതി. അപ്പൊ ഇത് മാറണ്ടേ? മാറ്റണം. അതാണ് BJP NDA ചോദിക്കുന്നത്. ഒരു അവസരം കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കാൻ ജനങ്ങൾ തന്നാൽ ഞാൻ ഇന്ന് 4 വാഗ്ദാനം തരുന്നു, അത് എഴുതി വെച്ചോളൂ. അത് ഞങ്ങളുടെ BJP NDA ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. 1, പ്രകാശ് പറഞ്ഞല്ലോ, മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല, ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യത്തെ 45 ഞങ്ങൾ ഒരു 5 കൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ജനങ്ങളുടെ മുമ്പിൽ വെക്കും. ഓരോ കൊല്ലം ജനങ്ങളുടെ മുമ്പിൽ ഒരു റിപ്പോർട്ട് കാർഡ് വെക്കും. ഞങ്ങൾ 12 മാസത്തിൽ എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ പോകുന്നു. എല്ലാ കൊല്ലം ബഡ്ജറ്റിന്റെ സമയത്ത് ഓരോരോ രൂപയും പൈസന്റെ നയാ പൈസന്റെ കണക്ക് ബഡ്ജറ്റിന്റെ സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ വെക്കും. ടെക്നോളജി വഴി ഗവർണൻസ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ്, ഇത് മലയാളം എന്ന് പറഞ്ഞു, വീട്ടുപടിക്കൽ ഭരണം ഞങ്ങൾ കൊണ്ടുവരും. ഒരു കോർപ്പറേഷൻ ഓഫീസിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല, ആരെയും വിളിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. വാർഡിന്റെ CSCയിൽ പോയി അപ്ലോഡ് ചെയ്യുക എന്താണ് ആവശ്യം, അല്ലെങ്കിൽ ആപ്പ് വഴി എന്താണ് ആവശ്യം പറയാ, കോർപ്പറേഷൻ വീട്ടിൽ വന്ന് അത് ചെയ്തു തരും. അവസാനം അഴിമതി രഹിത ഭരണം. ഈ LDFും UDFും വഞ്ചിച്ച് ലൂട്ട് ചെയ്ത് നമ്മളെ ഭരണത്തിനെ തകർത്ത ആ ഒരു സ്ഥിതി ഞങ്ങൾ മാറ്റും. 100% ഞാൻ പറയുന്നു, അഴിമതി രഹിത ഭരണം ഞങ്ങൾ തരും. ഒരു അവസരം തരണം. 2014 ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിച്ചു, ഇടതും മതിയായി, വലതും മതിയായി. 2004 മുതൽ 2014 ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അതിന്റെ ആദ്യത്തെ 5 കൊല്ലം ഭരിച്ചത് കോൺഗ്രസ് ലെഫ്റ്റിന്റെ പിന്തുണയുണ്ടായിരുന്നു. 14 ജനങ്ങൾ പറഞ്ഞു, മതി, ഇനി മതി, ഞങ്ങൾക്ക് വേണം വികസനം, ഞങ്ങൾക്ക് നന്നാവണം, എന്റെ കുട്ടി നന്നാവണം. നരേന്ദ്രമോദിജി വന്നു. ഇന്ത്യ കുതിച്ചൊരു മാറ്റം കഴിഞ്ഞ 11 കൊല്ലം. അതുപോലെ ഒരു മാറ്റം ഇവിടെയും കൊണ്ടുവരാൻ BJP NDAക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ട്, ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു അവസരം തരണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. ഈ സ്ഥാനാർത്ഥി എത്ര സ്ഥാനാർത്ഥി കോർപ്പറേഷൻ 76 സ്ഥാനാർത്ഥി മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന കൗൺസിലർമാരാണ്. അവരെ സഹായിക്കണം, അവർക്ക് പിന്തുണ കൊടുക്കണം. അവരെ ജയിപ്പിച്ചാൽ പഞ്ചായത്ത് എല്ലാ കൗൺസിലർമാരും പഞ്ചായത്ത് റെപ്രസെന്റേറ്റീവ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, വരാൻ പോകുന്നത് ഭരണം മാറ്റമല്ല, വരാൻ പോകുന്നത് ഭരണശൈലി മാറ്റമാണ്. അതുമാണ് വരാൻ പോകുന്നത്. ഒരു ഇലക്ഷൻ മാത്രമല്ല, ഭാവിയിൽ തീരുമാനിക്കാൻ പോകുന്നത് ഒരു ജയമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.